നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AIDWIയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സ്ത്രീകളുടെ മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം നിയന്ത്രിക്കുക, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറുക, തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുക, കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. അവിടെ പരിപാടി നടത്തിയത് ഇപ്പോൾ കോടതി തന്നെ കേസെടുക്കണം എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുക. ഇത്തരത്തിൽ പാതയോരത്ത് പൊതുയോഗം നടത്താൻ പാടില്ല, പൊതുവിടങ്ങളിൽ സമരം നടത്താൻ പാടില്ല. അത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥ മനുഷ്യാവകാശ ലംഘനം എന്താണ് എന്നുള്ളത് മറന്നിട്ടല്ല, മറിച്ച് സമൂഹത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം ഉത്തരവാദിപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ മനുഷ്യാവകാശത്തിന്റെ ഭാഗമായി കൂടി ഇന്നലെയാണ് ഈ സമരം നടത്തേണ്ടിയിരുന്നത്. ബസ് പണിമുടക്കം കാരണമാണ് നമ്മൾ ഇന്നത്തേക്ക് അത് മാറ്റിവെച്ചത്. ഇന്ന് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷത വഹിച്ചു. PK ശ്യാമള സ്വാഗതം പറഞ്ഞു. MP സരള, K ശോഭ, അഡ്വക്കേറ്റ് KK രത്നകുമാരി, R അജിത, T ഷബ്ന, MV ശകുന്തള, AK രമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.